ഇപ്പം അടുത്ത ഇടയ്ക്ക് നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. 2000 കോടി ശ്രീനിജൻ 2000 കോടി ക്ലബിലേക്ക്. നിങ്ങൾ കണ്ടോ അത്? ശ്രീനിജൻ 2000 കോടി ക്ലബിലേക്ക്. ഇതിനു മുമ്പ് ഏതോ ഒരു പ്രസംഗത്തിൽ എനിക്ക് തോന്നുന്നു ജില്ലാ നേതാക്കന്മാർ വന്നപ്പോഴാന്ന് തോന്നുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു MLA ആണ് ശ്രീനിജൻ. 2000 കോടി രൂപയാണ് വികസനം നടത്തിയത് എന്ന്. എനിക്കാകെ വിഷമായി, കാരണം എൻ്റെ സുഹൃത്തല്ലേ. അപ്പം എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ 2000 കോടി രൂപ പുള്ളി വികസനം നടത്തിയിട്ട് വേറെ ആരോ അത് അടിച്ചു മാറ്റി കൊണ്ടുപോയത് എൻ്റെ വിചാരം, പുള്ളിനെ പറ്റിച്ചുകൊണ്ട്. കാരണം 2000 കോടി രൂപയുടെ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ട് ഈ ഇരിക്കുന്ന നിങ്ങളോ ഞാനോ നോക്കിയിട്ട് 2 രൂപയുടെ വികസനം പോലും കുന്നത്താടി കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പുള്ളി അടുത്ത വികസനം വല്ലതും കണ്ടിട്ടുണ്ടോ? അപ്പം എനിക്ക് വിഷമായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിനെ മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ 2000 പുള്ളിയെ ഇവിടുത്തെ സഖാക്കള് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് പറ്റിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഈ പോസ്റ്റ് ഇന്നലെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീനിജൻ 2000 കോടി ക്ലബിലേക്ക്. പോസ്റ്റിലെ നോക്ക്, ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്ക്. 2000 കോടി ക്ലബിലേക്ക് കുന്നത്തുനാട് റെക്കോർഡ് വികസനവുമായിട്ട്. ഇപ്പോഴാണ് എനിക്കിത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുവരെ ഇത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നായിരുന്നേ. ഇപ്പോഴാണ് പിടി കിട്ടിയത്. ഇത് കുന്നത്തുനാടിലേക്കല്ല വന്ന ക്ലബിലേക്കാണ് പോയെന്ന് മനസ്സിലായത്. ഈ ക്ലബിൽ ആരാ ഉള്ളതെന്നറിയോ? പുള്ളിയുടെ അമ്മായിയമ്മ, പുള്ളിയുടെ അമ്മായിയപ്പൻ, പുള്ളിയുടെ ഭാര്യ. ആ ക്ലബിലേക്ക് 2000 കോടി പോയത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോഴാണ് നമുക്ക് ആശ്വാസമായത്. അപ്പോൾ ശ്രീനിജനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, സമയം വൈകി, ഒരുപാട് കാര്യം പറയാനുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ആലോചിക്കുക, ഇല്ലേ, ചാർലി പോള് പറയണ്ടായിരുന്നു, നമ്മുടെ കുന്നത്തുനാടിൽ നിതാമോള് ബാങ്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ 10 കിലോ സ്വർണ്ണാട്ടയാണ്ടേന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി അന്ന് മുതൽ ഇങ്ങനെ സ്വപ്നം കാണുക, പാർലമെൻറ്റിട്ട് എന്തിനാണ് മത്സരിക്കണേ, ഒരു പഞ്ചായത്തിട്ട് മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണേ നല്ലതെന്ന്. എന്നോട് പലപ്പോഴും പറയുക, എനിക്കൊരു ചാൻസ് പുള്ളിയുടെ പഞ്ചായത്ത് നീലേശ്വരത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ 10 കിലോ സ്വർണ്ണം ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞ് ആഗ്രഹം പറയുള്ളൂ. ഞാൻ ഈ അടുത്തിടെ ഈ പേപ്പറൊക്കെ കാണുമ്പോൾ ആലോചിക്കുക, ഇതിപ്പോ അയ്യപ്പൻ്റെ എല്ലാ സാധനവും അടിച്ചുകൊണ്ട് പോയി ആളുകൾ. അവിടെ ഇപ്പോൾ വാതിൽപ്പാളി കാണുന്നില്ല എന്നാ പറഞ്ഞു. സ്വർണ്ണം ഉണ്ടായിരുന്ന അപ്പുറത്തും ഇപ്പുറത്തും കാവലിരുന്നവർ 2 പേര് കൊണ്ടുപോയി. തങ്കത്തിൽ പൊതിഞ്ഞത് ഇപ്പോൾ പിച്ചളയോ ചെമ്പോ ഒക്കെ എന്നാ പറയണേ. ഇപ്പൊ പറയുന്നത് വാതിൽ കാണാനില്ല എന്ന്. ഞാൻ ആലോചിക്കണേ അതല്ല, ഇതിപ്പോ സ്വാമി അയ്യപ്പനകത്തുണ്ടെന്ന് എന്താ ഉറപ്പ്? അതും അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഉറപ്പിച്ചോ, ഇനി ഒരു 5 വർഷം കൂടി നമ്മൾ LDFന് ഒരവസരം കൂടി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ അതിൻ്റെ ഗോപുരം വരെ ഇളക്കി ഇവർ വിൽക്കും. ആദ്യം ഇവർ സ്വർണ്ണക്കടത്ത് നടത്തി. ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളികളും ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്വർണ്ണം തരുകൊണ്ട് നടന്നു നോക്കിയാൽ അറിയാം. നിങ്ങളെല്ലാവരും ഓർത്തോളൂ, ഈ നാടിനെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് മനുഷ്യരെ കൊള്ളയടിച്ചു, നാടിനെ കൊള്ളയടിച്ചു. ഇപ്പൊ പള്ളികളിൽ കയറി കൊള്ളയടിച്ചു തുടങ്ങി, അമ്പലങ്ങളിൽ കയറി കൊള്ളയടിച്ചു തുടങ്ങി. അവിടെയുള്ള ദേവന്മാരെയും എല്ലാവരെയും എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി.
എന്തുകൊണ്ട് മനുഷ്യർ ചിന്തിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ മാതിരി നമ്മൾ സാധാരണ കാല് കൂട്ടിപ്പിടിച്ചില്ല ഈ ഓട്ടോറിക്ഷ കടത്തുകൊണ്ട് പോകുന്ന പാർട്ടി LDF. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തപ്പി നോക്കുന്നത് നല്ലതാണ്, എല്ലാം ഉണ്ടോ എന്നുള്ളത്.